ഹലോ ഫ്രണ്ട്സ്, ഇത് Chatgpt ട്യൂട്ടോറിയലിൻ്റെ 5th പാർട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടത് Chatgpt യൂസ് ചെയ്ത് എങ്ങനെ നമ്മുടെ ബിസിനസ്സിന് പ്രൊമോഷണൽ ഐഡിയ ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും അത് കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായ മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് എങ്ങനെ വളരെ വേഗത്തിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിനായി നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് canva എന്ന് പറയുന്നൊരു ടൂളാണ്. canva.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ്. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം, ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു ടൂൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കൊരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, അതുപോലെ വീഡിയോസ്, പ്രിൻറ്റ് പ്രൊഡക്റ്റ്, ഒരു വെബ്സൈറ്റിൻ്റെ ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള, അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഈ ഒരു ടൂള് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് മാർക്കറ്റിംഗ് മെറ്റീരിയൽ എങ്ങനെ ഈ ഒരു canva യൂസ് ചെയ്തിട്ട് ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ടെംപ്ലേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് കാറ്റഗറീസ് കാണാൻ സാധിക്കും. ലൈക്ക് യൂട്യൂബ് ബാനേഴ്സ്, തംബ്നെയിൽസ്, വീഡിയോസ്, പ്രസൻറ്റേഷൻസ്, ഫേസ്ബുക്ക് കവേഴ്സ്, ഫ്ലയേഴ്സ്, ഇൻഫോഗ്രാഫിക്സ് എക്സെട്ര. സോ ഇവിടെ ഏത് ടൈപ്പ് മാർക്കറ്റിംഗ് മെറ്റീരിയൽ ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ യൂട്യൂബ് തംബ്നെയിൽ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്തത്. അപ്പോൾ ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഒരുപാട് ഇൻബിൽട്ട് ഡിസൈൻസ് ഈ ഒരു ടൂൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ചിലത് പെയ്ഡാണ്, ചിലതൊക്കെ canva pro മെമ്പർഷിപ്പ് ഉള്ളവർക്കായിരിക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ബട്ട് ഒരുപാട് ഫ്രീ ടെംപ്ലേറ്റ്സ് നമുക്ക് ഇതിൻ്റെ ഇടയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ബിസിനസ്സിന് ആപ്റ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഈ ഒരു ടെംപ്ലേറ്റ് ആണ് ക്ലിക്ക് ചെയ്തത്. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ജസ്റ്റ് കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് നമ്മൾ സെലക്ട് ചെയ്ത ഒരു ടെംപ്ലേറ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ നമ്മുടെ ബിസിനസ്സിന് ആപ്റ്റ് ആകുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ടെംപ്ലേറ്റിനെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു ടൂൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സപ്പോസ് നിങ്ങൾക്കാണെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ലോഡ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇവിടെ ആണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഇമേജസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്ലോഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇവിടുന്ന് ഈ ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. കണ്ടോ, അപ്പോൾ ആ ഒരു ഇമേജിന് പകരം നമ്മൾ കൊടുത്ത ഇമേജ് ഇവിടെ വന്നു. ഇനി ഇതിൻ്റെ കളർ മാറ്റണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഇൻ്റർഫേസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ബിസിനസ്സിന് ആപ്റ്റ് ആയിട്ടുള്ള കളർ ഏതാണോ അത് നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ നമുക്ക് ഓരോ കളേഴ്സ് ആയാലും ഈ പറയുന്ന ഹെഡിങ്സ് ആയാലും എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ഒരു ഹെഡിങ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഡിലീറ്റ് കൊടുത്തിട്ട് എന്താണോ നമ്മുടെ ക്യാപ്ഷൻ അത് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ ഇത് കൂടാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ രീതി കുറച്ച് കസ്റ്റമൈസേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് പല എലമെൻറ്റ്സ് നമുക്കിവിടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിൾ കൊടുക്കണമെങ്കിൽ നമുക്ക് സർക്കിൾ ഇവിടെ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ പല രീതിയിലുള്ള ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു ടൂളിനകത്ത് അവൈലബിൾ ആണ്. ഇൻ കേസ് നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള ഇമേജസ് ഒന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഇമേജസ് എടുക്കാൻ പറ്റുന്ന 2-3 സൈറ്റ് ഉണ്ട്. ഒന്നാമത്തത് freepik.com ആണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് വേണ്ട കാറ്റഗറി വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് നമുക്ക് വരും. ഇത് ടോട്ടലി ഫ്രീ ടു യൂസ് ആണ് ഈ ഒരു ഇമേജസ്. ഇതിന് കോപ്പിറൈറ്റ് കാര്യങ്ങളൊന്നും വരത്തില്ല. പിന്നെ അടുത്തതായിട്ടുള്ള ഒരു വെബ്സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ pixels.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പിക്സൽസിൽ നിന്ന് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള ഇമേജസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്തൊരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് pixabay.com ആണ്. ഇവിടെയും നിങ്ങൾക്കാണെങ്കിൽ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള നോൺ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള ഇമേജസ്, വീഡിയോസ്, ഇല്ലുസ്ട്രേഷൻസ്, വെക്ടേഴ്സ്, സൗണ്ട് എഫക്ട്സ് ഇതെല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ പറയുന്ന വെബ്സൈറ്റ്സ് എല്ലാം നോൺ കോപ്പിറൈറ്റഡ് ഇമേജസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഇതുപോലത്തുള്ള ഇമേജസ് പല ആൾക്കാരും അവരുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. സോ നമുക്ക് യുണീക്കായിട്ടുള്ള ഇമേജ് നമുക്ക് canva വഴി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അതും AI സഹായത്തോടെ. അതിനായിട്ട് നമ്മുടെ canva ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേണ്ട ഇവിടെ AI ഇമേജ് ജനറേറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിൻ്റെ താഴെ ജനറേറ്റ് യുവർ ഓൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അത് ജസ്റ്റ് ഇവിടെ ഒന്ന് എൻ്റർ ചെയ്യുക.
എനിക്കിപ്പം വേണ്ടത് ഒരു ബിസിനസ് മീറ്റിങ്ങിൻ്റെ ഇമേജാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ക്രിയേറ്റ് ആൻ ഇമേജ് ഫോർ ബിസിനസ് മീറ്റിംഗ് എന്ന് പറയുന്നൊരു പ്രോംപ്റ്റ് ഇവിടെ കൊടുത്തത്. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ താഴെ ഒരു സ്റ്റൈല് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും ആ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഫോട്ടോ വേണോ, വൈബ്രൻറ്റ് വേണോ, നിയോൺ വേണോ, അതല്ല 3D ടൈപ്പ് വേണം, നമുക്ക് ഇതിനകത്ത് ഏത് സ്റ്റൈലിലാണോ ആ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യേണ്ടത് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ജനറേറ്റ് എന്ന് പറഞ്ഞ ഉള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. വളരെ നിമിഷ നേരം കൊണ്ട് തന്നെ നല്ല 4 ഇമേജസ് നമുക്കിവിടെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്കാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പാക്കേജ് ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു AI യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു പ്രോംപ്റ്റാണ് ഇവിടെ കൊടുക്കുന്നത്. ക്രിയേറ്റ് എ പ്രൊഡക്റ്റ് പാക്കേജ് ഫോർ മൈ ഓർഗാനിക് ഹണി. ഓക്കെ, ഞാൻ ഇങ്ങനത്തെ ഒരു പ്രോംപ്റ്റ് കൊടുത്തു. എന്നിട്ട് ഏത് സ്റ്റൈലിലുള്ള പാക്കേജ് ഡിസൈനാണ് നമുക്ക് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3D മോഡൽ കൊടുത്തു. എന്നിട്ടിവിടെ ജനറേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. നമ്മുടെ ഇമേജസ് തന്നെ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. വേണ്ട വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് വേണ്ട ഇവിടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസൈൻ അവർ കറക്റ്റായിട്ട് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ട ഇതിവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്കിത് കസ്റ്റമൈസ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മുടെ ബ്രാൻഡ് നെയിമൊക്കെ എഴുതി നമുക്ക് മനോഹരമായിട്ട് നമുക്ക് ഈ ഒരു ഇമേജിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ canva എന്ന് പറയുന്ന ഒരു ടൂൾ നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ ഈ ഒരു ടൂള് നിങ്ങൾ നല്ല രീതിയിലൊന്ന് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട മാർക്കറ്റിംഗ് മെറ്റീരിയൽസൊക്കെ ഈ ഒരു ടൂൾ വഴി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും ഒരു പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു പ്രൊഫഷണൽ ഡിസൈനറിനെ അപ്രോച്ച് ചെയ്യുക. ഇതെൻ്റെ ഒരു പേഴ്സണൽ സജഷനാണ്. കാരണം നമ്മൾ ഇത് പഠിച്ചു വരുന്നതേ ഉള്ളൂ. പഠിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളായിട്ടുള്ള ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ കാണും. സോ നമ്മൾ പെയ്ഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പൈസ മുടക്കിയിട്ട് ചെയ്യുന്നതാണ്. അതിന് എപ്പോഴും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളെ അപ്രോച്ച് ചെയ്യുക. ആദ്യം ഈ ടൂള് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് കാണും. എന്നാലും നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ഒരു ടൂള് ഈസി ആയിട്ട് മാറും. ഞാൻ ഈ ടൂള് വെച്ച് ക്രിയേറ്റ് ചെയ്ത കുറച്ച് ഡിസൈൻസ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു തംബ്നെയിലാണ്. വേറെ ഒന്നുമില്ല, ജസ്റ്റ് എൻ്റെ ഒരു ഫോട്ടോ മാറ്റി ആ ഒരു ഫോൺ സ്റ്റൈൽ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാണ് ചെയ്തത്. രണ്ടാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും എൻ്റെ ഒരു യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള ഒരു തംബ്നെയിലാണ് ക്രിയേറ്റ് ചെയ്തത്. ഇതും ഒരു AI റിലേറ്റഡ് തംബ്നെയിൽ ഞാൻ നോക്കി സെലക്ട് ചെയ്തെടുത്തു. ആ ഇമേജിന് പകരം എൻ്റെ ഒരു ഇമേജ് റീപ്ലേസ് ചെയ്തു. 10 to 15 മിനിറ്റ്സ് കൊണ്ടാണ് ഞാൻ ഈ ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്തത്. ഇൻ കേസ് നിങ്ങൾക്ക് canva'യുടെ ഒരു ഡീറ്റെയിൽഡ് ട്യൂട്ടോറിയൽ വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ നന്ദു സുരേന്ദ്രൻ സൈനിങ് ഓഫ്.